ഹായ് ഹലോ ദ മാജിക് ഓഫ് മ്യൂസിക് എന്നെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് പാട്ട് പാടാനൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം ഇന്നും നാളെയൊക്കെ എനിക്ക് റെസ്റ്റ് എടുത്താൽ മാത്രമേ എനിക്ക് റെക്കോർഡിംഗ് ഉണ്ട്. അതുകൊണ്ടേക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. ഒന്നാമത് കാലാവസ്ഥയൊക്കെ വളരെ വിപരീതമാണല്ലോ, പൊടി ചൂടും ഒക്കെ. അത് അല്ല, ഏത് കാലാവസ്ഥയും ത്രോട്ടിന് ഇഷ്യൂ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. പ്രത്യേകിച്ചും നമ്മൾ ത്രോട്ട് വളരെയധികം യൂസ് ചെയ്യുമ്പം പാടുന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് ത്രോട്ട് ഇഷ്യൂ വരുന്നത് അതുകൊണ്ടാണ്. നമ്മൾ കൂടുതൽ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി ത്രോട്ട് ഇഷ്യൂ വരും. അപ്പോൾ അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ എന്തായാലും ഒരു പാട്ട് നിങ്ങൾക്ക് പാടിത്തരാൻ പറ്റാത്തത്. ഇന്ന് വീഡിയോ ഇടണോ വേണ്ടിയോ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ ഓർത്തു എനിക്ക് വീഡിയോ ഇടാതിരിക്കാൻ പറ്റില്ല. ഞാൻ കറക്റ്റായിട്ട് വീഡിയോ ഇട്ട് വന്നിരുന്നതാണ്. ഇടയ്ക്ക് വയ്യാത്തത് കൊണ്ടാണ് ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. ഇന്ന് എന്തായാലും ചെറിയൊരു ആശ്വാസമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെടുത്ത് കുറച്ച് നേരം സംസാരിക്കാമെന്ന് വിളിച്ചു. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുവാണല്ലോ അല്ലേ? അപ്പോൾ എല്ലാ അപ്ഡേറ്റ്സും, എൻ്റെ സംഗീതപരമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങളോട് പറയാതെ, നിങ്ങളോട് ഷെയർ ചെയ്യാതെ എന്ത് സന്തോഷം എനിക്കുള്ളത്. എൻ്റെ കുടുംബത്തിൽ അംഗങ്ങൾ തന്നെയാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളോട് സംസാരിച്ച് നിങ്ങളോട് സന്തോഷം പങ്കുവയ്ക്കാൻ. അതുപോലെ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, 3000 സബ്സ്ക്രൈബേഴ്സായി. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പുറത്തേക്കൊന്നും പോയിട്ട് വീഡിയോ എടുക്കൽ വളരെ കുറവാണ്. ഒന്നോ രണ്ടോ വീഡിയോസ് മാത്രമേ അതുള്ളൂ. മിക്കതും ഞാൻ വീടിനുള്ളിൽ തന്നെ ഇരുന്ന് വീഡിയോ എടുത്ത് ഇടുന്ന ഒരു കാര്യമാണ്. വ്യൂസൊക്കെ വളരെ കുറവാണ്. എന്നാലും ഈ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. കാരണം അവർ നമ്മളുടെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ആ പാട്ടിൻ്റെ ആയിക്കോട്ടെ, അത് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തുടർന്നും എൻ്റെ വീഡിയോസൊക്കെ കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ചാനൽ സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാലും ഞാനിടുന്ന വീഡിയോസിൻ്റെ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിനി നാളെ കൂടെ കഴിഞ്ഞിട്ട് ഒരു റെക്കോർഡിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ത്രോട്ടൊക്കെ ഒന്ന് വളരെ സൂക്ഷിക്കണം. പിന്നെ എൻ്റെ ത്രോട്ടിന് ഇൻഫെക്ഷൻ, ചെറിയ രീതിയിലൊരു ഇൻഫെക്ഷൻ വരുമ്പോൾ തന്നെ ഞാൻ ചെറിയ എന്താ പറയുക, നാട്ടുവൈദ്യങ്ങൾ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ അത് കൂടാതിരിക്കും. എപ്പോഴും നമ്മൾ ആൻറ്റിബയോട്ടിക്കും മെഡിസിൻ എടുക്കുന്നതും കൊള്ളില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നൊരു ആയുർവേദ ഡോക്ടറെ കാണണമെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ കഫക്കെട്ട്, എനിക്ക് ഭയങ്കര ചില ഫുഡൊക്കെ എനിക്ക് ഭയങ്കര അലർജി കാര്യങ്ങളാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ളത് ഫിഷ് ഐറ്റംസാണ്. പക്ഷെ അത് കഴിക്കുമ്പോൾ എനിക്ക് കഫക്കെട്ട് വരുന്നു. അപ്പോൾ ഞാനതുകൊണ്ട് കഴിച്ചില്ലെങ്കിൽ ക്ഷീണവും വരും, ആരോഗ്യം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് അതിനൊന്നൊരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. അതിപ്പോൾ ഇനി റെക്കോർഡിങ് കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കാൻ. എന്തായാലും നിങ്ങൾ പ്രാർത്ഥിക്കണം. മറ്റന്നാളൊരു പാട്ടിൻ്റെ റെക്കോർഡിംഗ് ഉണ്ട്. നല്ല രീതിയിൽ എനിക്ക് പാടാനുള്ള സാധിക്കണമെന്ന് നിങ്ങളെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. അപ്പോൾ നിങ്ങളെല്ലാവരും, ഞാൻ പറഞ്ഞതാണല്ലോ, നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, സിനിമയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹവും സ്വപ്നമായിരുന്നു. അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ പരാജയമേ എനിക്കിങ്ങനെ കൊടുത്തിട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എൻ്റെ അമ്മയെ ഞാൻ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. അത് അത്രയും സന്തോഷങ്ങളാണ്. ഇപ്പോൾ സന്തോഷങ്ങൾ വരുമ്പോൾ എനിക്ക് ഓവറായിട്ട് സന്തോഷിക്കാനും പേടിയാണ്. കാരണം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മളൊന്ന് ബാലൻസ്ഡ് ആക്കി പോകുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഓവറായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ, ഓവറായിട്ടുള്ള സന്തോഷം, ഓവറായിട്ടുള്ള ദുഃഖം ഒന്നും വേണ്ട. ചെറിയൊരു ബാലൻസിൽ അങ്ങനെ ലൈഫ് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ കൂടുതൽ നേരം സംസാരിച്ച് ഇരിക്കാനുള്ളൊരു ത്രോട്ട് അനുവദിക്കുന്നില്ല. എന്തായാലും നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. വീഡിയോസൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഇടും. നാളെ ശിവരാത്രിയാണ്. അപ്പോൾ എല്ലാവർക്കും ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ശിവരാത്രിക്ക് നിങ്ങൾ നോയമ്പൊക്കെ എടുക്കുമായിരിക്കുമല്ലോ അല്ലേ? അപ്പം എല്ലാവരും കറക്റ്റായിട്ട് നോയമ്പൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച്, നോയമ്പെടുക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ മനസ്സ് പരിശുദ്ധമായിട്ട് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ? നമ്മൾ എല്ലാ ദിവസവും അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കണം അങ്ങനെയല്ല. നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് മനസ്സ് പരിശുദ്ധമായിട്ട് വെച്ച് ദൈവത്തിനെ വിചാരിക്കുക എന്നുള്ളതേ ഉള്ളൂ. പലർക്കും പല രീതിയിലുള്ള ചിന്താഗതിയും കാഴ്ചപ്പാടുമുള്ള ആളുകളായിരിക്കും അല്ലേ? ഓരോരുത്തർക്ക് ഓരോ
ഞാൻ അങ്ങനെ പ്രവൃത്തിയിൽ മാത്രം വിശ്വസിക്കുന്ന ആളുകൾ, ഈശ്വരാനുഗ്രഹം എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ, അങ്ങനെ പല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ. ആരുടെയും ചിന്താഗതിയെ തിരുത്താനോ അല്ലെങ്കിൽ അതിനെ വാദിക്കാനോ ഒന്നും ഞാൻ ആളല്ല. ഒന്ന് മാത്രം ഞാൻ പറയാം, നിങ്ങളെല്ലാവരും നമ്മൾ എന്ത് കാര്യമാണോ ഏത് രീതിയിലാണോ നമ്മൾ ജീവിക്കുന്നത് അത് നമ്മളങ്ങനെ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ മറ്റുള്ളവരുടെ വിശ്വാസത്തെയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ കൂടുതൽ ഇടപെടാതെ നമ്മൾ മനസ്സിൽ നന്മയുള്ളവരായിട്ട് മറ്റുള്ളവർക്ക് ഒരു വിഷമം ഉണ്ടാക്കാതെ മുന്നോട്ട് ജീവിക്കാൻ ശ്രമിക്കുക. ഉറപ്പായിട്ടും ഈശ്വരാനുഗ്രഹവും നിങ്ങളുടെ കൂടെ ഉണ്ടാവും, അത് ഉറപ്പാണ്. നമ്മൾ മറ്റുള്ളവരുടെ നാശം കാണാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തിന്മ കാണാനോ ഒന്നും നമ്മൾ നിൽക്കണ്ട. താൻ പാതി ദൈവം പാതി. നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക, അതിൻ്റെ ഫലം ദൈവമാണ് തരുന്നത്. അത് നന്മയാണേലും തിന്മയാണേലും. നമ്മൾ ഒരാൾക്ക് എതിരായിട്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും കുറച്ച് പേർക്ക് എതിരായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ ചെയ്താൽ അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കും. അതേസമയം നമ്മൾ നന്മയാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫലവും ദൈവം തരും. എന്താണേലും നന്മയാണേലും തിന്മയാണേലും. പണ്ടൊക്കെ പിന്നെ ആയിരുന്നു, ഇപ്പം അപ്പോൾ ഉള്ള തിരിച്ചടികൾ ഈശ്വരൻ്റെ അടുത്തുനിന്ന് ഉണ്ടാവും. എപ്പോഴും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയും, നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, പണ്ടൊരു സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്, 2 കുഞ്ഞുങ്ങൾ അവർ നന്മകൾ ചെയ്യുന്നത്, അവർ ഓരോ ദിവസവും ചെയ്യുന്ന നന്മകൾ ചെയ്യുമ്പോൾ ഓരോ കുഞ്ഞിക്കുരുമണികൾ അറിയില്ലേ, കുഞ്ഞിക്കുരുകൾ എടുത്ത് മാറ്റി ഒരു കുപ്പയിലിട്ട് വയ്ക്കും. അവരെത്ര നന്മ ചെയ്തു എന്നുള്ളത് കൗണ്ട് ചെയ്ത്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന ഓരോ നന്മകളായിക്കോട്ടെ തിന്മകളായിക്കോട്ടെ അത് ദൈവം കൗണ്ട് ചെയ്യുന്നുണ്ടാവും. ഈശ്വരൻ എന്ന് പറഞ്ഞൊരു ശക്തി ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. ആ ശക്തി നമ്മളുടെ നന്മകളും തിന്മകളും ഒക്കെ കൗണ്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതനുസരിച്ചുള്ള ഫലം നമ്മൾ എന്തായാലും നമുക്ക് തിരിച്ച് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നന്മയോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവും. കൂടുതൽ എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലാണ്ട് കൂടുതൽ എന്താ പറയുക, ഒരു കാര്യത്തിന് സന്തോഷിക്കുകയോ സങ്കടപ്പെടുകയോ വേണ്ട. എല്ലാം ഒരു ബാലൻസ്ഡായിട്ട് അങ്ങനെ പോട്ടെ. അപ്പോൾ ഈശ്വരൻ കാണുന്നുണ്ട്, എല്ലാത്തിനും ദൈവാനുഗ്രഹം ഉണ്ടാവും. എൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും നന്മയുണ്ടാവും. അതുപോലെ എൻ്റെ പാട്ടിൻ്റെ റെക്കോർഡിങ് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കുക. ചെറിയൊരു ത്രോട്ടിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കൂടുതൽ പാട്ടിലേക്കൊന്നും പോകാത്തത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം. ഓക്കെ, ബൈ.